Hi students, good morning. Welcome to a Dream Classroom. Today we are discussing about Shakespeare's life and work. ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമയിലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് ഫസ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഷേക്സ്പിയർ ആൻഡ് ലൈഫ് ആൻഡ് ഷേക്സ്പിയറുടെ ലൈഫും അദ്ദേഹത്തിൻ്റെ വർക്ക്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇതിലെന്താണ് ആദ്യം പറയണത്, ഇംഗ്ലണ്ട് ഇൻ ദ 16th സെഞ്ച്വറി. 16th സെഞ്ച്വറിയിലെ ഇംഗ്ലണ്ടിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ. 16th സെഞ്ച്വറി ഇംഗ്ലീഷ് സൊസൈറ്റി മൂവ്ഡ് ഫ്രം ഫ്യൂഡൽ ടു മോഡേൺ. എന്താണ് 16th സെഞ്ച്വറിയിൽ ഇംഗ്ലീഷ് സൊസൈറ്റി എങ്ങനെയാണ് ഫ്യൂഡൽ നിന്ന് എന്താണ് മോഡേൺ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. 16th സെഞ്ച്വറിയിൽ മെർച്ചൻ്റ് ആൻഡ് ട്രേഡേഴ്സ് എക്സ്പോർട്ടിങ് ആൻഡ് ഇമ്പോർട്ടിങ് ഫ്ലറിഷ്ഡ്. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇംഗ്ലണ്ടിൽ 16ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് മെർച്ചൻസും ട്രേഡേഴ്സും ഒക്കെ എന്താണ് അവരുടെ എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ഒക്കെ എന്താണ് ഫ്ലറിഷ് ചെയ്ത ഒരു കാലഘട്ടം. അതായത് കയറ്റുമതി ഇറക്കുമതിയൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇംഗ്ലണ്ടിൽ 16th സെഞ്ച്വറി കേട്ടോ. 16th സെഞ്ച്വറി ലണ്ടൻ വാസ് എ സെൻറ്റർ ഓഫ് പവർ. എന്താണ് 16ാം നൂറ്റാണ്ടിൽ ലണ്ടൻ എന്ന് പറയുന്നത് എന്താണ് പവറിൻ്റെ ഒരു സെൻറ്റർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അല്ലേ. 16th സെഞ്ച്വറിയിൽ ലണ്ടൻ വാസ് ദ സെൻറ്റർ ഓഫ് പവർ. ലണ്ടൻ ആയിരുന്നു ആ ഒരു പവറിൻ്റെ അധികാരത്തിൻ്റെ ഒക്കെ ഒരു സെൻറ്റർ ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് കേട്ടോ. ഈ ഒരു കാലഘട്ടത്തിൽ എന്താ 16ാം നൂറ്റാണ്ടിൽ എന്താണ് പോപ്പുലേഷനൊക്കെ എന്താണ് ഡബിളായി അല്ലേ, പോപ്പുലേഷൻ വർദ്ധിച്ചു, ഇരട്ടിച്ചു എന്നാണ് പറയുന്നത്. ഡൗൺഫോൾ ഓഫ് ഓൾഡ് ചർച്ച്. ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ചർച്ചൊക്കെ എന്താണ് ആ പഴയ ആ ഒരു ചർച്ച്, അതായത് പഴയ കാലത്ത് ആ ചർച്ചിനൊക്കെ ഒരു എന്താണ് വീഴ്ച സംഭവിച്ച കാലഘട്ടമാണ് 16th സെഞ്ച്വറി. അതുകൊണ്ട് തന്നെ എന്താണ് ദാറ്റ് ഡിമാൻഡ് ഫോർ ദ റിഫോർമേഷൻ ഓഫ് ദ ചർച്ച് അല്ലേ. അതെന്താണ് ഒരു ചർച്ചിൻ്റെ ആ ഓൾഡ് ചർച്ചിൻ്റെ ഡൗൺഫോൾ ആയത് കാരണം എന്താണ് അത് ഒരു ഡിമാൻഡ് ചെയ്തത് എന്താണ് റിഫോർമേഷൻ ഓഫ് ചർച്ചിൻ്റെ പുതിയ ഒരു ചർച്ചിൻ്റെ റിഫോർമേഷൻ, ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ നടന്നത്, കാര്യങ്ങളൊക്കെ നടന്നത് ഏത് കാലഘട്ടത്തിലാണ് 16ാം നൂറ്റാണ്ടിൽ അല്ലേ. 1508 to 1603 റെയിൻ ഓഫ് എലിസബത്ത് രാജ്ഞിയുടെ ആ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ 1558 മുതൽ 1603 വരെയുള്ള ആ ഒരു എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് സോഷ്യോ ഐഡിയോളജിക്കൽ ഇവല്യൂഷൻ്റെയും അതേപോലെ ദ ഗെയിൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിലെ ആ ഒരു കാലഘട്ടം. റെയിൻ ഓഫ് എലിസബത്ത് 1558 മുതൽ 1600 വരെ എന്താണ് എലിസബത്ത് രാജ്ഞിയുടെ കാലഘട്ടമായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സോഷ്യോ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കുറേ എവല്യൂഷൻസ് ഒക്കെ വന്നു തുടങ്ങിയ പിന്നെ എന്താണ് അവർ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അവർ നേടിയെടുത്ത ഒരു കാലഘട്ടം കൂടിയാണ് 1558 മുതൽ 1603 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞത് കേട്ടോ. ആ ഒരു സെഞ്ച്വറിയുടെ ക്ലോസ് ആ ഒരു അവസാന ഭാഗമൊക്കെ ആയപ്പോഴേക്കാണ് ഈ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അവർ ഗെയിൻ ചെയ്ത് തീർത്തത് ആര് ഇംഗ്ലണ്ട്. 1588 1588 എന്താണ് ഇംഗ്ലണ്ട് ഗോ ഓൺ വാർ വിത്ത് സ്പെയിൻ. ഇംഗ്ലണ്ട് സ്പെയിനുമായിട്ട് ഒരു യുദ്ധം നടത്തി അല്ലേ, യുദ്ധത്തിന് വേണ്ടി പോയോണ്ടായി ഇംഗ്ലണ്ട് 1588. അതിൽ ഇംഗ്ലണ്ടാണ് ജയിച്ചത് അല്ലേ. 130 ഷിപ്പ് എംപ്ലോയിഡ് ഫോർ അറ്റാക്കിംഗ് ഇംഗ്ലണ്ട് as against a strong Spanish fleet. English has only six sails which were lighter in build. എന്തൊക്കെയായാലും സ്ട്രെങ്ത് കുറവാണെങ്കിൽ എന്താണ് ഇംഗ്ലണ്ട് ജയിച്ചു. ആ ഒരു സ്പെയിനുമായിട്ടുള്ള വാറിൽ ഇംഗ്ലണ്ട് എന്താണ് വോൺ ചെയ്തു. ആഫ്റ്റർ എലിസബത്ത് ഡെത്ത് ന്യൂ കിങ് ഫ്രം സ്കോട്ട്ലാൻഡ് കെയിം ഇൻ 1603. എലിസബത്ത് രാജ്ഞിയുടെ മരണശേഷം എന്താണ് സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഒരു പുതിയൊരു രാജാവ് നിയമിതനായി അല്ലേ. എപ്പോൾ 1603 1603 സ്കോട്ട്ലാൻഡിൽ നിന്നുള്ള ഒരു പുതിയ കിങ് വന്നു. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എലിസബത്ത് ക്യൂൻ എലിസബത്തിന് മരണശേഷം പുതിയൊരു രാജാവ് വന്നു അല്ലേ. ഷേക്സ്പിയർസ് തിയേറ്റർ കമ്പനി ഗെയിൻഡ് ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കിങ്സ്മാൻ. ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഷേക്സ്പിയറിന്റെ തിയേറ്റർ കമ്പനിക്ക് കിങ്സ്മാനിൽ നിന്നുള്ള ഒരു ഒഫീഷ്യൽ സ്റ്റാറ്റസ് നേടിയെടുത്തു ഷേക്സ്പിയർ അല്ലേ. ഷേക്സ്പിയർസ് തിയേറ്റർ കമ്പനി ഗെയിൻഡ് ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓഫ് കിങ്സ്മാനിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഷേക്സ്പിയറിന്റെ തിയേറ്റർ കമ്പനി നേടിയെടുത്തൊരു കാലഘട്ടം കൂടിയാണ് എന്ത് 16th സെഞ്ച്വറി എന്ന് പറഞ്ഞത്. 1590 ഷേക്സ്പിയർ റോട്ട് ഹിസ്റ്ററീസ് ആൻഡ് റൊമാൻറ്റിക് കോമഡീസ്.
1590, അതായത് 16-ാം നൂറ്റാണ്ടിൽ എന്താണ് ഷേക്സ്പിയർ റൊമാൻറ്റിക് കോമഡീസും ഹിസ്റ്ററീസും ഒക്കെ എഴുതി തുടങ്ങിയ കാലഘട്ടമാണ് എന്ത് 16th സെഞ്ച്വറി. ഇത്രയാണ് ആ ഒരു 16-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ കാര്യങ്ങൾ അല്ലെ. ആ ഇംഗ്ലണ്ടിൽ നടന്ന ഷേക്സ്പിയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഷേക്സ്പിയർ ബയോഗ്രഫിക്കൽ സ്കെച്ച്, ഷേക്സ്പിയറിന്റെ ഒരു ബയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഒരു സ്കെച്ചാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഷേക്സ്പിയർ വാസ് ബോൺ ഓൺ April 23, 1564 ഇൻ സ്ട്രാറ്റ്ഫോർഡ് അറ്റ് ഏവൻ അല്ലേ. ആ ഏവൻ മെഡോ ആൻഡ് റിവർ നെയ്മഡ് ഏവൻ. അപ്പോൾ ആ ഒരു ഏവൻ നദിയുടെ തീരത്തുള്ള സ്ട്രാറ്റ്ഫോർഡിലാണ് ഷേക്സ്പിയർ ജനിച്ചത് അല്ലേ. ബോൺ ഇൻ 23 April 1564, 1564 ഏപ്രിൽ 23-നാണ് ഷേക്സ്പിയർ ജനിച്ചത് അല്ലേ. വില്യം ഷേക്സ്പിയർ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ ജനിച്ചത് 1564 ഏപ്രിൽ 23 സ്ട്രാറ്റ്ഫോർഡ് അറ്റ് ഏവനിലാണ് അദ്ദേഹം ജനിച്ചത്. ഫാദർ ആരാണ്? ജോൺ ഷേക്സ്പിയർ. ഹി വാസ് എ ടാനർ ആൻഡ് ഗ്ലൗ മേക്കർ. ടാനറും അതേപോലെ ഗ്ലൗ മേക്കറും ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാദറായ ജോൺ ഷേക്സ്പിയർ. മദർ ആരാണ്? മേരി ഏർഡൻ. ഷേക്സ്പിയറിന്റെ അമ്മയാണ് മേരി ഏർഡൻ. ഷേക്സ്പിയറിന്റെ അച്ഛനും അമ്മയും മാരി ചെയ്തത് 1557-ലാണ്. ദ മാരീഡ് ഇൻ 1557. അച്ഛനും അമ്മയ്ക്കും വളരെ വിദ്യാഭ്യാസം കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ബോത്ത് ജോൺ ആൻഡ് മാരി ദാറ്റ് ഷേക്സ്പിയർ സർവൈവ്ഡ് ദ പ്ലേഗ്. neither of the Shakespeare's parents received any school education. അവർക്ക് രണ്ടുപേർക്കും, അച്ഛനും അമ്മയ്ക്കും, ജോൺ ഷേക്സ്പിയറിനും മേരി ഏർഡനും പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ അവർക്ക് അവരുടെ പാരൻസിന് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ദേ മേഡ് ഷുവർ ദാറ്റ് ഷേക്സ്പിയർ അറ്റൻഡ് സ്കൂൾ. അവരെന്താണ്, അവർ മസ്റ്റായിട്ട് തീരുമാനിച്ചിരുന്ന ഒരു കാര്യം എന്താണ്, ഷേക്സ്പിയറിന് എന്തായാലും ഒരു അവന് സ്കൂൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അവർ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ്, അവർ ഒരു ഗ്രാമർ സ്കൂളിൽ, സ്ട്രാറ്റ്ഫോർഡിലെ ഗ്രാമർ സ്കൂളിൽ അവനെ ചേർത്ത് അവിടെ നിന്ന് അവൻ എന്താണ്, അതായത് ഷേക്സ്പിയർ എന്താണ് ലാറ്റിൻ ഗ്രാമർ പഠിച്ചത് അല്ലേ. ഹി സ്റ്റഡീഡ് ഗ്രാമർ സ്കൂൾ അറ്റ് സ്ട്രാറ്റ്ഫോർഡ്, ലേൺഡ് ലാറ്റിൻ ഗ്രാമർ സ്കൂളിൽ പഠിച്ച് എന്താണ് ലാറ്റിൻ ഗ്രാമർ അദ്ദേഹം പഠിച്ചു അല്ലേ. റീഡ് ഓവിഡ് ആൻഡ് വിർജിൽ. ഓവിഡിനെയും വിർജിലിനെയൊക്കെ കാര്യങ്ങൾ വായിക്കുകയുണ്ടായ ആര്? ഷേക്സ്പിയർ. ഹി ഹാഡ് ഡീപ്പ് കണക്ഷൻ വിത്ത് നേച്ചർ. എന്താണ്, അദ്ദേഹത്തിന് ഷേക്സ്പിയറിന് എന്താണ്, നേച്ചറുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു അല്ലേ. he developed Shakespeare who developed a deep connection with the nature. Worked as a clerk at the attorney's office. അറ്റോർണിയുടെ ഓഫീസിൽ ക്ലർക്കായിട്ട് കുറച്ചു കാലം ഷേക്സ്പിയർ വർക്ക് ചെയ്തു അല്ലേ. 1582 ഏജ് ഓഫ് 18 ഹി മാരീഡ് ആൻ ഹത്തവേ. എന്താണ്, 1582 18-ാമത്തെ വയസ്സിൽ ഷേക്സ്പിയർ ആൻ ഹത്തവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷേക്സ്പിയറേക്കാൾ 8 വയസ്സ് കൂടുതൽ പ്രായമുള്ള ആൻ ഹത്തവേനെ മാരി ചെയ്തു. ഇൻ 1582 അറ്റ് ദ ഏജ് ഓഫ് 18 18-ാം വയസ്സിൽ തന്നേക്കാൾ 8 വയസ്സ് പ്രായം കൂടിയ ആൻ ഹത്തവേനെ മാരി ചെയ്തു ഷേക്സ്പിയർ. അങ്ങനെ അവരിലേക്ക് 3 മക്കളുണ്ട്, സൂസന്ന, ജൂഡിത്ത് ആൻഡ് ഹാംലെറ്റ്. ജൂഡിത്തും ഹാംലെറ്റും ട്വിൻസ് ആണ്. അതിൽ ഹാംലെറ്റ് മരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഹാംലെറ്റ് എന്നുള്ള പേരിൽ അദ്ദേഹം ഒരു പ്ലേ ഉണ്ടാക്കാൻ കാരണം കേട്ടോ. ഷേക്സ്പിയർസ് പ്ലേ ഹാംലെറ്റ് ഡിറൈവ്സ് ഇറ്റ്സ് നെയിം ഓഫ് ഹിസ് സൺ അല്ലേ. അദ്ദേഹത്തിന്റെ മകനായ ഹാംലെറ്റിന്റെ പേരിൽ നിന്നാണ് ഹാംലെറ്റ് എന്നുള്ള ആ ഒരു അദ്ദേഹത്തിന്റെ പ്ലേക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാരണം ഹാംനെറ്റ് എന്നുള്ള പേരുകൊണ്ടാണ് കേട്ടോ. ആരൊക്കെയാണ്? സൂസന്ന, ജൂഡിത്ത് ആൻഡ് ഹാംനെറ്റ് ആണ് അദ്ദേഹത്തിന്റെ മക്കൾ. ഇൻ ലണ്ടൻ ഹി സ്റ്റാർട്ടഡ് കരിയർ ആസ് ആൻ ആക്ടർ. ലണ്ടനിൽ വെച്ചിട്ട് എന്താണ്, അദ്ദേഹം ഒരു ആക്ടർ എന്നുള്ള ഒരു കരിയർ അദ്ദേഹം നേടിയെടുത്തു അല്ലേ. പിന്നെന്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ലൈഫ് ഇൻ ലണ്ടൻ. അദ്ദേഹത്തിന്റെ ലണ്ടനിലുള്ള ജീവിതങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഹി കെയിം ഇൻ ടച്ച് വിത്ത് ജെയിംസ് ബർബേജ് ആൻഡ് ഓൺഡ് ഫസ്റ്റ് പ്ലേ ഹൗസ് ഇൻ 1576 ആൻഡ് കോൾഡ് തിയേറ്റർ. എന്താണ്, അദ്ദേഹം ലണ്ടനിൽ വെച്ചിട്ട് ജെയിംസ് ബർബേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്തു അല്ലേ. അതോടുകൂടി എന്താണ്, അദ്ദേഹം ഒരു 1576 തിയേറ്റർ എന്ന് പേരുള്ള ഒരു പ്ലേ ഹൗസ് അദ്ദേഹം ആദ്യമായിട്ട് ഓൺ ചെയ്തെടുത്തു അല്ലെ, നേടിയെടുത്തു അല്ലെ. 1576 തിയേറ്റർ എന്ന് പേരുള്ള ഒരു പ്ലേ ഹൗസ് അദ്ദേഹം ഷേക്സ്പിയർ എന്താണ് ഓൺ ചെയ്തെടുത്തു. റിച്ചാർഡ് ബർബേജ്, അതായത് ജെയിംസ് ബർബേജിന്റെ മകനാണ് റിച്ചാർഡ് ബർബേജ് ആയിരുന്നു ആ ഒരു അദ്ദേഹത്തിന്റെ ഫെല്ലോ ആക്ടർ, ഷേക്സ്പിയറിന്റെ ഫെല്ലോ ആക്ടർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്
റിച്ചാർഡ് ബർബേജ്. റിച്ചാർഡ് ബാബേജ് എന്ന് പറയുന്നത് ആരാണ്? ജെയിംസ് ബർബേജിന്റെ മകനാണ് കേട്ടോ. ഡ്യൂറിങ് ദാറ്റ് പീരിയഡ് ഡെവലപ്മെന്റ് ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് സ്പിരിറ്റ്, ആ ഒരു പീരിയഡിലാണ് എന്താണ് പ്രൊട്ടസ്റ്റന്റ് സ്പിരിറ്റിന്റെ ഡെവലപ്മെന്റ് നടന്നിരുന്നത്. എപ്പോഴാണ്? ആ ഒരു പീരിയഡിൽ, അതായത് അദ്ദേഹം ആ ഒരു ലണ്ടനിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് പ്രൊട്ടസ്റ്റന്റ് സ്പിരിറ്റിന്റെ ഡെവലപ്മെന്റ് നടന്നിരുന്നത് അല്ലേ. ഹി ഡെഡിക്കേറ്റഡ് ഹിസ് വർക്ക്സ് ടു പേട്രന് വേണ്ടിയിട്ടായിരുന്നു ഷേക്സ്പിയറിന്റെ മോസ്റ്റ് ഓഫ് ദ വർക്ക്സും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. 1592 ഓൺവേർഡ്സ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് കോമഡീസ്. 1592 മുതലാണ് അദ്ദേഹം എന്താണ് കോമഡീസ് എഴുതി തുടങ്ങിയത് അല്ലെ. 1592 മുതൽ ഓൺവേർഡ്സ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് കോമഡീസ് അദ്ദേഹം എഴുതി തുടങ്ങി അല്ലെ. ഹിസ് ലൈഫ് ബിറ്റ്വീൻ 1582 to 92 എന്താണ് 1580. Not much is available about Shakespeare's life between 1586 to 92. അതായത് 1586 മുതൽ 92 വരെ. സോറി ട്ടാ, 82 അല്ല 86 ആണ്. ഷേക്സ്പിയർസ് ലൈഫ് ബിറ്റ്വീൻ 1586 ആൻഡ് 1592 എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് 1586 മുതൽ 1592 വരെ അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലൊന്നും അറിഞ്ഞിരുന്നില്ല അല്ലെ. കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വർഷങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ ലോസ്റ്റ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. 1586 മുതൽ 92 വരെ ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നഷ്ടപ്പെട്ട വർഷങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ലോസ്റ്റ് ഇയർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. 1586 മുതൽ 1592 വരെ അദ്ദേഹത്തിന്റെ ലോസ്റ്റ് ഇയർ എന്നുള്ള പേരിലാണ്. അതായത് കാരണം അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ടൊന്നും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കാരണം വർക്കുകളൊന്നും വന്നിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ലോസ്റ്റ് ഇയർ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ കാരണം കേട്ടോ. 1586 മുതൽ 92 വരെ ലോസ്റ്റ് ഇയർ. In 1590s ലണ്ടൻ തിയേറ്റർ എസ്റ്റാബ്ലിഷ്ഡ്. എന്താണ് 1590 എന്താണ് ലണ്ടൻ തിയേറ്റർ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വന്നു അല്ലെ. ലണ്ടൻ തിയേറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1590കളിലാണ്. ഹി അറ്റാച്ച്ഡ് ടു ദ കമ്പനി ഓഫ് പ്ലേയേഴ്സ് ബിലോങ് ടു ദ ഏൾ ഓഫ് ലൈസെസ്റ്റർ. എന്താണ് അദ്ദേഹം ഒരു കമ്പനി ഓഫ് പ്ലേയേഴ്സുമായിട്ട് എന്താണ് അറ്റാച്ച്ഡ് ആയി അല്ലേ. അതെന്താണ് ഇറ്റ് ബിലോങ്സ് ടു ദ ഏൾ ഓഫ് ലൈസെസ്റ്റർ. ഏൾ ഓഫ് ലൈസെസ്റ്ററിന് ബിലോങ്ങിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു ആ കമ്പനി ആയിരുന്നു അല്ലേ. അതെ ഹൈലി റെസ്പെക്റ്റഡ് ഫോർ ഹിസ് പോയംസ് ആൻഡ് പ്ലേസ്. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലണ്ടനിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഷേക്സ്പിയറിന്റെ പോയംസും പ്ലേസും നാടകങ്ങളും കവിതകളും ഒക്കെ എന്താണ് വളരെയധികം എന്താണ് റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. 1592 എന്താണ് അദ്ദേഹം ഗ്ലോബ് തിയേറ്റർ തുടങ്ങി അല്ലെ. പാർട്ട്ണർഷിപ്പോട് കൂടി ഗ്ലോബ് തിയേറ്റർ തുടങ്ങി 1598. ലോർഡ് ചേംബർലൈൻസ് മെൻ ഫോംഡ് ഇൻ 1594. ഹി വാസ് എ ഷെയർ ഹോൾഡർ. എന്താണ് ഒരു ലോർഡ് ചേംബർലൈൻസ് മെൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒരു തിയേറ്റർ ഫോം ചെയ്തെടുത്തു. എപ്പോൾ 1594 അദ്ദേഹം അതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു. ഷേക്സ്പിയർ എന്താണ് ലോർഡ് ചേംബർലൈൻസ് മെന്നിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു ഷേക്സ്പിയർ. 1594 തുടങ്ങിയിട്ടുള്ള ലോർഡ് ചേംബർലൈൻസ് മെന്നിന്റെ ഷെയർ ഹോൾഡർ ആയിരുന്നു ഷേക്സ്പിയർ. 1602 എന്താണ് 1602 മുതൽ 2 എന്താണ് അദ്ദേഹം ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്താണ് അദ്ദേഹം അത്യാവശ്യം ഈ പ്ലേസ് എഴുതിയിട്ടും കവിതകൾ എഴുതിയിട്ടും ആക്ടറായിട്ടും റൈറ്ററായിട്ടും ഒക്കെ ഉള്ള ആ ഒരു ജോലി അദ്ദേഹം എന്താണ് അത്യാവശ്യം പണം സമ്പാദിച്ചു അല്ലെ. മെയ്ഡ് ഇനഫ് മണി. ആ ഒരു കാലഘട്ടം ആയപ്പോഴേക്കും എന്താണ് അദ്ദേഹം അത്യാവശ്യം പൈസ ഉണ്ടാക്കിയെടുത്തു അല്ലെ. ബോട്ട് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഇൻ സ്ട്രാറ്റ്ഫോർഡിൽ ഒരു സ്ഥലവും പ്രോപ്പർട്ടിയും ഒക്കെ അദ്ദേഹം വാങ്ങിയെടുത്തു. ഇൻ 1598 1598 എന്താണ് ഹി ആക്ടഡ് ഇൻ ബെൻ ജോൺസൺസ് പ്ലേ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ. അതേപോലെ 1603 ജോൺസൺ സെജാനസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലും അതേപോലെ ബെൻ ജോൺസന്റെ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്നുള്ള പ്ലേയിലും അദ്ദേഹം ആക്ട് ചെയ്തു. 1592 ബെൻ ജോൺസന്റെ എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ എന്നുള്ള പ്ലേയിലും ആക്ട് ചെയ്തു. അതേപോലെ 1603 സെജാനസ് എന്ന് പറഞ്ഞിട്ടുള്ള ജോൺസന്റെ വേറൊരു പ്ലേയിലും ആക്ട് ചെയ്തിട്ടുണ്ട് ആര് ഷേക്സ്പിയർ. അതേപോലെ വേറെ അദ്ദേഹം എഴുതിയ 2 പ്ലേകളാണ് ആസ് യു ലൈക്ക് ഇറ്റും ഹാംലെറ്റും. ഇതിൽ 2ലും
ചെറിയൊരു കഥാപാത്രം അഭിനയിച്ചിട്ടുള്ള ആളാണ് ആര്? ഷേക്സ്പിയർ അല്ലേ. ആസ് യു ലൈക്ക് ഇറ്റില് ആദമായിട്ടും ഹാംലെറ്റിലെ ഗോസ്റ്റ് ആയിട്ടും അദ്ദേഹം ആക്ട് ചെയ്തിട്ടുണ്ട്. ആസ് യു ലൈക്ക് ഇറ്റില് ആദമായിട്ടും ഹാംലെറ്റിലെ ഗോസ്റ്റിന്റെ ക്യാരക്ടറായിട്ടും ഷേക്സ്പിയർ അഭിനയിച്ചിട്ടുണ്ട്. ഇൻ 1599 ആസ് യു ലൈക്ക് ഇറ്റ് ഗ്ലോബ് തിയേറ്ററിൽ പ്ലേ ചെയ്തിട്ടുള്ള വർഷമാണ് 1599. 1599 ഗ്ലോബ് തിയേറ്ററിൽ സ്റ്റേജിൽ പ്ലേ ചെയ്തിട്ടുള്ള പ്ലേ ആണ് എന്ത്? ആസ് യു ലൈക്ക് ഇറ്റ്. പർച്ചേസ്ഡ് ദ ഗ്രേറ്റ് ഹൗസ് ഓഫ് ന്യൂ പ്ലേസ്, സ്ട്രാറ്റ്ഫോർഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഡ്വെല്ലിംഗ് ആണ്, ഒരു ബിൽഡിംഗ് ആണ് ദ ഗ്രേറ്റ് ഹൗസ് ഓഫ് ന്യൂ പ്ലേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ ഒരു ഇത് പർച്ചേസ് ചെയ്തെടുത്തു അല്ലേ. അപ്പൊ അത്രയ്ക്കും അദ്ദേഹം ഏൺ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് ഇതിലൂടെ കാണിച്ചു തരുന്നത് അല്ലേ. എന്താണ്? പർച്ചേസ് ദ ഗ്രേറ്റ് ഹൗസ് ഓഫ് ന്യൂ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റ്ഫോർഡിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഡ്വെല്ലിംഗ് ആണ് എന്ത്? ഗ്രേറ്റ് ഹൗസ് ഓഫ് ന്യൂ പ്ലേസ്. അത് അദ്ദേഹം വാങ്ങിച്ചെടുത്തു അല്ലേ, പർച്ചേസ് ചെയ്തു. 1601 ഹിസ് ഫാദർ വാസ് ഡൈഡ്. 1601 ഷേക്സ്പിയറിന്റെ അച്ഛനായിട്ടുള്ള ജോൺ ഷേക്സ്പിയർ മരിച്ചു അല്ലേ. 1609 എന്താണ്? ഹി റിട്ടേൺ ടു ലണ്ടൻ. ലണ്ടനിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. സ്ട്രാൻഫോർഡിൽ കുറെ ഇതൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം അദ്ദേഹം വീണ്ടും ലണ്ടനിലേക്ക് തിരിച്ചു വന്ന അത് എപ്പോഴാണ്? 1609 അല്ലേ. 1616 അദ്ദേഹം ഏപ്രിൽ 23 അദ്ദേഹം മരിക്കുകയുണ്ടായി അല്ലേ. അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 23 ഏപ്രിൽ 1564. മരിച്ചതും സെയിം മന്തിൽ സെയിം ഡേറ്റിലാണ് കേട്ടോ. 1660 ഏപ്രിൽ 23 അദ്ദേഹം മരിച്ചു. 1564 ഏപ്രിൽ 23 അദ്ദേഹം ജനിക്കുകയും ചെയ്തു അല്ലേ. മന്തും ഡേറ്റും അദ്ദേഹത്തിന്റെ ജനിച്ച മാസവും ജനിച്ച വർഷവും ജനിച്ച മാസവും ജനിച്ച തീയതിയും മരിച്ച മാസവും മരിച്ച തീയതിയും സെയിം ആണ്. 23 ഏപ്രിൽ ആണ്. വർഷം മാത്രം നോട്ട് ചെയ്താൽ മതി. വർഷം 1564. ഇത് 1616 കേട്ടോ. 1616 1616 മരിച്ച വർഷം 1616. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ലണ്ടനിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എ വ്യൂ ഓഫ് ഷേക്സ്പിയേഴ്സ് വർക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷേക്സ്പിയറിന്റെ വർക്കുകളെ പറ്റിയാണ് കേട്ടോ. കുറേയധികം സൊണറ്റുകളും പോയംസും ഡ്രാമാസും ഒക്കെ എഴുതിയിട്ടുള്ള ഒരാളാണ് ആര്? ഷേക്സ്പിയർ അല്ലേ. ഷേക്സ്പിയർ മെയിനായിട്ട് അറിയപ്പെടുന്നത് തന്നെ എന്താണ്? ഒരു പ്ലേ റൈറ്റ് ആയിട്ടാണ്. 1953 അദ്ദേഹം വീനസ് ആൻഡ് അഡോണിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം എഴുതിയിട്ടുണ്ട്. 1904 അതായത് 1594 ദ ലേപ്പ് ഓഫ് ലുക്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം എഴുതിയിട്ടുണ്ട്. ആ പോയം എന്താണ്? ഡെഡിക്കേറ്റഡ് ടു ദ ഏൾ ഓഫ് സൗത്താംപ്ടണ് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പോയമാണ് എന്തെന്ത്? ദ റേപ്പ് ഓഫ് ലുക്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. വീനസ് ആൻഡ് അഡോണിസും ദ റേപ്പ് ഓഫ് ലുക്രീസും വേർ റിട്ടേൺ ഡ്യൂറിങ് പ്ലേഗ്. അതായത് ഈ ഒരു പ്ലേഗ് ഉണ്ടായിരുന്ന ആ ഒരു ഇംഗ്ലണ്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്? പ്ലേഗ് ഉണ്ടായിരുന്നു അല്ലേ. ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ്. ആ ഒരു സമയത്താണ് എന്താ അദ്ദേഹം വീനസ് ആൻഡ് അഡോണിസ് അല്ലെങ്കിൽ അതും പിന്നെ ദ റേപ്പ് ഓഫ് ലുക്രീസ് രണ്ട് പോയംസ് എഴുതിയത്. 1593 1594 വീനസ് ആൻഡ് അഡോണിസും ദ ലൈഫ് ഓഫ് ലുക്രീസ് രണ്ട് പോയം എഴുതിയത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് പ്ലേഗിന്റെ സമയത്താണ് അല്ലേ. അപ്പൊ എന്താണ്? ആ പ്ലേഗിന്റെ സമയത്ത് എന്താണ്? ഗവൺമെന്റ് തിയേറ്റേഴ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു അല്ലേ. ആ ഒരു പ്ലേഗ് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ തിയേറ്റേഴ്സ് ഒക്കെ ഷട്ട് ഡൗൺ ചെയ്തു. ആ ഒരു ഷട്ട് ഡൗൺ ചെയ്ത സമയത്താണ് അദ്ദേഹം എന്ത് പോയംസിലേക്ക് തിരിഞ്ഞത് അല്ലേ. വീനസ് ആൻഡ് അഡോണിസും ദ റേപ്പ് ഓഫ് ലുക്രീസും എഴുതിയത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ പ്ലേഗിന്റെ ആ ഒരു കാലഘട്ടത്താണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്ലേസ് എങ്ങനെയായിരുന്നു? പ്ലേസ് ആർ പോയറ്റിക് ഇൻ നേച്ചർ. എന്താണ്? അദ്ദേഹത്തിന്റെ നാടകങ്ങളും ഡ്രാമാസ് ഒക്കെ എങ്ങനെയാണ്? പോയറ്റിക് ആയിരുന്നു അല്ലെ. നേച്ചറിൽ എന്താണ്? പോയറ്റിക് നേച്ചർ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്ലേസ് ഒക്കെ. വീനസ് ആൻഡ് അഡോണിസ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ഒവീഡിയൻ ഇറോട്ടിക് പോയമാണ് അല്ലെ. ഒരു ലവ് പോയമാണ് വീനസ് ആൻഡ് അഡോണിസ്. അതിൽ എന്താണ് പറഞ്ഞത്? വീനസ് ആൻഡ് അഡോണിസ് ഈസ് എൻ ഒവീഡിയൻ ഇറോട്ടിക് പോയം that ran into 9 editions during the poet's lifetime. ആ ഒരു ഷേക്സ്പിയറിന്റെ ലൈഫ് ടൈമിൽ എന്താണ് ഈ ഒരു വീനസ് ആൻഡ് അഡോണിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയം എന്താണ് 9 എഡിഷൻസ് ഉണ്ടായിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് ടൈമിൽ ആ ഒരു 9 എഡിഷൻസ് റാൻ ചെയ്തിട്ടുണ്ട് വീനസ് ആൻഡ് അഡോണിസ് അല്ലേ. ഇറ്റ് ഈസ് എൻ ഒവേഡിയൻ ഇറോട്ടിക് പോയം അല്ലേ. ഇറ്റ് ബിക്കം ഷേക്സ്പിയേഴ്സ് സിഗ്നേച്ചർ വർക്ക്. ഇതെന്താണ്?
വീനസ് ആൻഡ് അഡോണിസ് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ വർക്കാണ് അല്ലേ. സിഗ്നേച്ചർ വർക്കാണ് എന്ത്, വീനസ് ആൻഡ് അഡോണിസ്. വീനസ് ആൻഡ് അഡോണിസ് ഈസ് ഷേക്സ്പിയർസ് signature work. The poem relates the tale of an innocent boy who is seduced by an older woman or the goddess. The work became a favorite among the യങ് റീഡേഴ്സ് ഓഫ് എലിസബത്തൻ ഇംഗ്ലണ്ടിലെ യങ് റീഡേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ഷേക്സ്പിയറിൻ്റെ വീനസ് ആൻഡ് അഡോണിസ്. അതെന്താണ്, അതൊരു ഇറോട്ടിക് പോയമാണ്. എന്താണ്, അതൊരു ഇന്നസെൻറ്റ് ബോയിനെ ഒരു ഓൾഡർ ആയിട്ടുള്ള വിമൺ അല്ലെങ്കിൽ ഗോഡസ് സെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോയമാണ് വീനസ് ആൻഡ് അഡോണിസ്. അദ്ദേഹം ഹിസ്റ്ററി പ്ലേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്, ഹെൻറി 6th പാർട്ട് 1, 2 and 3 ട്രിലജി. അദ്ദേഹത്തിൻ്റെ ഹെൻറി 6th എന്നുള്ള ട്രിലജിയാണ് പാർട്ട് 1, 2, 3. ഹെൻറി 6th എന്താണ് പാർട്ട് 1, 2, 3 ഉണ്ട്. അത് എപ്പോഴാണ് എഴുതിയിരുന്നത്, 1589 മുതൽ 91 കാലഘട്ട ഇയറിലാണ് ഹെൻറി 6th പാർട്ട് 1, 2 എഴുതിയിട്ടുള്ളത് ഷേക്സ്പിയർ. 1592 to 93 1592-93 വർഷങ്ങളിൽ എന്താണ്, ദ കോമഡി ഓഫ് എറേഴ്സ്, റിച്ചാർഡ് III, ദ ടു ജെന്റിൽമെൻ ഓഫ് വെറോണ, ഈ 3 വർക്ക്സ് എഴുതിയത് എപ്പോഴാണ്, 1592 അല്ലെങ്കിൽ 93 വർഷങ്ങളിൽ കേട്ടോ. 1593-94 വർഷത്തിൽ എന്താണ്, ടൈറ്റസ് ആൻഡ്രോണിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും ദ ടേമിംഗ് ഓഫ് ഷ്രൂ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഇൻ 1590s 1590കളിൽ അദ്ദേഹം എന്താണ്, സൊണറ്റ് എഴുതാൻ തുടങ്ങി അല്ലേ. അത് ആ ഒരു സൊണറ്റ് റൈറ്റിംഗ് 1590കളിൽ എഴുതിയിട്ട് എന്താണ് 1609 വരെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എന്ത് അദ്ദേഹത്തിൻ്റെ സൊണറ്റ് റൈറ്റിംഗ് അല്ലേ. സൊണറ്റ് റൈറ്റിംഗ് തുടങ്ങിയത് 1590കളിലാണ്. 1609 വരെ എന്താണ് ആ ഒരു സോണറ്റ് റൈറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ട് അല്ലേ. ഹി വാസ് ഇംപ്രസ്ഡ് ബൈ ക്രിസ്റ്റഫർ മാർലോ. എന്താണ്, അദ്ദേഹം ക്രിസ്റ്റഫർ മാർലോയിൽ എന്താണ് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഷേക്സ്പിയർ അല്ലേ. മാർലോസ് ഇൻഫ്ലുവൻസ് ഇൻ ഹിസ് പോയട്രി ടൈറ്റസ് ആൻഡ്രോണിക്കസ്. വി ക്യാൻ സീ, നമുക്ക് എന്താണ് ആ ഒരു ടൈറ്റസ് ഷേക്സ്പിയറിൻ്റെ ടൈറ്റസ് ആൻഡ്രോണിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കിൽ എന്താണ് മാർലോയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. 1595 1595-96 വർഷങ്ങളിൽ എന്താണ് ഹിസ്റ്ററി പ്ലേസ് വന്നു. അതായത് കിങ് ജോണും ആൻഡ് റിച്ചാർഡ് ടൂവും കിങ് ജോണും വന്നത് 1595-96 വർഷങ്ങളിലാണ്. അതെന്താണ് ഹിസ്റ്ററി പ്ലേസ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ റൊമാൻസ് ആണ് എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീമും ലവ്സ് ലേബേഴ്സ് ലോസ്റ്റും. എന്തൊക്കെയാണ്, മിഡ് സമ്മേഴ്സ് നൈറ്റ് ഡ്രീമും ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ്. റൊമാൻസ് ആണ് അദ്ദേഹത്തിൻ്റെ, റൊമാൻറ്റിക് പ്ലേസ് ആണ് കേട്ടോ. ഈ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീമും ലവ്സ് ലേബേഴ്സ് ലോസ്റ്റ് രണ്ട് പ്ലേകളാണ്. 1597 1597 ദ മെർച്ചന്റ് ഓഫ് വെനീസ്, ഹെൻറി 4th പാർട്ട് 1 ആൻഡ് മെറി വൈവ്സ് ഓഫ് വിൻഡേഴ്സ് ഒക്കെ സ്റ്റേജ് ചെയ്ത വർഷമാണ് 1597. ഏതൊക്കെയാണ് സ്റ്റേജ് ചെയ്തത്, ദ മെർച്ചന്റ് ഓഫ് വെനീസ്, പിന്നെ ഹെൻറി 4 പാർട്ട് 1, പിന്നെ എന്താണ് മെറി വൈവ്സ് ഓഫ് വിൻസർ അല്ലേ. കോമഡി, അദ്ദേഹത്തിൻ്റെ കോമഡി എന്തൊക്കെയാണ്, മച്ച് ഡു അബൌട്ട് നത്തിങ് ആൻഡ് ആസ് യു ലൈക്ക് ഇറ്റും മച്ച് ഡു അബൌട്ട് നത്തിങ്ങും അദ്ദേഹത്തിൻ്റെ കോമഡി പ്ലേസ് ആണ് കേട്ടോ. ഹിസ്റ്ററി പ്ലേസ് ഹെൻറി 4 പാർട്ട് 2, ഹെൻറി 5, ഹെൻറി 4 പാർട്ട് 2ഉം ഹെൻറി 5ഉം ഹിസ്റ്ററി പ്ലേസ് ആണ്. 1601 ഹി റോട്ട് ഹാംലെറ്റ്, ഹിസ് മോസ്റ്റ് കോംപ്ലക്സ് വർക്ക്. ഹാംലെറ്റ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ, ഹാംലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മകൻ്റെ പേരിനായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഹാംലെറ്റ് വന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അപ്പോൾ എന്താണ് 1601 അദ്ദേഹത്തിൻ്റെ ഹാംലെറ്റ് എന്നുള്ള വർക്ക് എഴുതിയത് 1601. അതെന്താണ് ഈ ഹാംലെറ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഹാംലെറ്റ് അല്ലേ. എന്താണ് ഹാംലെറ്റ് അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് വർക്കാണ് കേട്ടോ ഷേക്സ്പിയറിൻ്റെ. 1601-1602 ഹി പ്രൊഡ്യൂസ് 12th നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു പ്ലേ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്, 1601-1602 കാലഘട്ടത്തിലാണ് കേട്ടോ. ആ ഒരു ഇയറിലാണ്. റോട്ട് ഡാർക്ക് പ്ലേസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഒഥല്ലോയും മാക്ബത്തും. നല്ലൊരു 2 പ്ലേകളാണ് ഒഥല്ലോയും മാക്ബത്തും. 1604-ലും 1605-ലുമാണ് അദ്ദേഹത്തിൻ്റെ ഡാർക്ക് പ്ലേസ് ആയിട്ടുള്ള ഒഥല്ലോയും മാക്ബത്തും അദ്ദേഹം എഴുതിയിട്ടുള്ളത് അല്ലേ. ട്രോയിലസ് ആൻഡ് ക്രിസേഡ എന്താണ്, അതെന്താണ്, ആൻഡ് ഓൾസ് വെൽ ദാറ്റ്സ് എൻഡ്സ് വെൽ, മെഷർ ഫോർ മെഷർ,
അത് മൂന്നും എഴുതിയിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ 1601 to 1604. 1601 1604 വർഷങ്ങളുടെ ഇടയിലാണ് ഈ 3 വർക്ക്സ് എഴുതിയിട്ടുള്ളത്. ട്രോയിലസ് ആൻഡ് ക്രിസേഡ ആൻഡ് ഓൾസ് വെൽ ദാറ്റ്സ് എൻഡ്സ് വെൽ ആൻഡ് മെഷർ ഫോർ മെഷർ. ഇത് 3 എഴുതിയിട്ടുള്ളത് 1601 1604 വർഷങ്ങളുടെ ഇൻ ബിറ്റ്വീനിലാട്ടോ. 1605 to 1606, അതായത് 1605 1606 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ളതാണ്. എഴുതുകയെല്ലാം കിങ് ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്ലേ സ്റ്റേജ് ചെയ്തത് എപ്പോഴാണ്? 1605 1606 വർഷങ്ങളിൽ കിങ് ലിയർ സ്റ്റേജ് ചെയ്തിട്ടുണ്ട് അല്ലേ. 1607 to 1608 കൊറിയോലാനസ്, ടൈമൺ ആൻഡ് എഥൻസ് ആൻഡ് പെരിക്കിൾസ്, ഇത് രണ്ടും വന്നിട്ടുള്ള വർഷമാണ് കേട്ടോ. 1609 പ്രൊഡ്യൂസ്ഡ് സിംപലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത് 1609. പിന്നെ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്ലേസ് ആണ് ദ വിന്റേഴ്സ് ടൈൽ ആൻഡ് ദ ടെമ്പസ്റ്റ്. വിന്റേഴ്സ് ടൈലും ടെമ്പസ്റ്റും അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഷേക്സ്പിയറിന്റെ ലാസ്റ്റ് നാടകങ്ങളാണ് ദ വിന്റേഴ്സ് ടൈൽ ആൻഡ് ദ ടെമ്പസ്റ്റ്. ഇത്രയാണ് അദ്ദേഹത്തിന്റെ ഒരു വർക്കുകൾ. കുറേ അധികം വർക്ക്സ് ചെയ്തിട്ടില്ല. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വർക്കുകളാണ്, അദ്ദേഹം എഴുതിയ വർക്കുകൾ. സോണറ്റുകളുണ്ട്, പോയംസ് ഉണ്ട്, നോവൽ, പ്ലേസ് ഒക്കെ ഉണ്ടല്ലേ, അദ്ദേഹത്തിന്റെ വർക്കുകളാണ്. ഇത്രയും ലാസ്റ്റ് വർക്കാണ് ടെമ്പസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് പ്ലേ ആണ് കേട്ടോ, നാടകം ദ ടെമ്പസ്റ്റ് ആൻഡ് ദ വിന്റേഴ്സ് ടൈൽ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ക്രിട്ടിക്കൽ അപ്രോച്ച് ആണ്. അതായത് ഷേക്സ്പിയറിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്, അതായത് അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ അപ്രോച്ച് ടു ഷേക്സ്പിയർ ഓവർ ദ സെഞ്ചുറീസ്. ആ സെഞ്ചുറികൾ, അദ്ദേഹത്തിന്റെ സെഞ്ചുറീസിലുള്ള ഷേക്സ്പിയറിന്റെ ക്രിട്ടിക്കൽ അപ്രോച്ചുകൾ. സാമുവൽ ജോൺസൺ പ്രിഫേസ് ടു ഷേക്സ്പിയറിൽ അദ്ദേഹം എന്താണ്? ഡിഫെൻഡിങ് ഷേക്സ്പിയേഴ്സ് വർക്ക് അല്ലേ, അദ്ദേഹത്തിന്റെ ഒരു വർക്കായിട്ടില്ല, സാമുവൽ ജോൺസന്റെ ഒരു വർക്കായിട്ടില്ല പ്രിഫേസ് ടു ഷേക്സ്പിയറിൽ എന്താണ്? അദ്ദേഹം ഷേക്സ്പിയറിന്റെ വർക്കുകളെ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലാണ് അദ്ദേഹം പ്രിഫേസ് ടു ഷേക്സ്പിയർ എന്നുള്ള വർക്ക് സാമുവൽ ജോൺസൺ എഴുതിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് ആരാണ്? കോളറിഡ്ജിന്റെ വർക്കിൽ എന്താണ്? കോളറിഡ്ജിന്റെ ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിൽ എന്താണ്? സെറ്റ് ക്രിറ്റിസിസം, എന്താണ്? അദ്ദേഹത്തിനെതിരെയുള്ള ക്രിറ്റിസിസം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കോളറിഡ്ജിന്റെ ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയർ കേട്ടോ. ഡൈനാമിക് റിലേഷൻ ബിറ്റ്വീൻ ഹിസ് ടെക്സ്റ്റ് ആൻഡ് കൾച്ചർ ഓഫ് ദ ടൈം. അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ്? ഷേക്സ്പിയറിന്റെ ടെക്സ്റ്റും കൾച്ചറും തമ്മിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഹി സ്റ്റുഡ് ഫോർ ഹ്യൂമനിസം ആൻഡ് സെക്യുലർ വാല്യൂസ്. ഷേക്സ്പിയർ എങ്ങനെയാണ്? ഷേക്സ്പിയർ ഹ്യൂമനിസത്തിനും അതേപോലെ സെക്യുലർ വാല്യൂസിനും നിലകൊണ്ടിരുന്ന ഒരാളാണ് ആര്? ഷേക്സ്പിയർ അല്ലെ. ഹി സ്റ്റുഡ് ഫോർ ഹ്യൂമനിസം ആൻഡ് സെക്യുലർ വാല്യൂസ്, റെപ്രസെന്റേറ്റീവ് വോയിസ് ഓഫ് റിനയസൻസ് ഹ്യൂമനിസം. ഷേക്സ്പിയർ എന്താണ്? ഹീസ് എ റെപ്രസെന്റേറ്റീവ് വോയിസ് ഓഫ് റിനയസൻസ് ഹ്യൂമനിസം. അദ്ദേഹം എന്താണ്? റിനയസൻസ് ഹ്യൂമനിസത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള, പ്രതിനിധി ആയിട്ടുള്ള ഒരു ശബ്ദമായിരുന്നു ആര്? ഷേക്സ്പിയർ കേട്ടോ. ഹി വാസ് എ റെപ്രസെന്റേറ്റീവ് വോയിസ് ഓഫ് റിനയസൻസ് ഹ്യൂമനിസം. അദ്ദേഹം കുറച്ച് സൊണറ്റുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ആ സൊണറ്റുകളൊക്കെ എങ്ങനെയാണ്? ഹിസ് സൊണറ്റ് പ്രൊജക്റ്റഡ് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് ലവ്. എന്താണ്? അദ്ദേഹത്തിന്റെ സൊണറ്റുകളൊക്കെ എങ്ങനെയാണ്? പലതരത്തിലുള്ള പ്രണയത്തെ പറ്റിയുള്ള ഷെയ്ഡ്സുകളായിരുന്നു അദ്ദേഹത്തിന്റെ സൊണറ്റുകളൊക്കെ പ്രൊജക്ട് ചെയ്യുന്നത് അല്ലേ. എസി ബ്രാഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രിട്ടിക് അദ്ദേഹത്തിന്റെ വർക്കായ ഷേക്സ്പീരിയൻ ട്രാജഡിയിൽ 1904 അദ്ദേഹം പറയുന്നത് എന്താണ്? ക്യാരക്ടർ സെൻട്രിക് സ്റ്റഡി ഓഫ് ഹിസ് ട്രാജഡീസ്. എന്താണ് അദ്ദേഹത്തിന്റെ, അതായത് ഷേക്സ്പിയറിന്റെ ട്രാജഡീസിന്റെ ഒരു ക്യാരക്ടർ സെൻട്രിക് ആയിട്ടുള്ള, ക്യാരക്ടറിന് മുഖ്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സ്റ്റഡി നടത്തിയിരുന്നത് ഷേക്സ്പീരിയൻ ട്രാജഡി എന്ന് പറഞ്ഞിട്ടുള്ള എസി ബ്രാഡ്ലിയുടെ വർക്കിൽ അദ്ദേഹം 1904 എഴുതിയിട്ടുള്ള ഷേക്സ്പീരിയൻ ട്രാജഡി എന്ന് പറഞ്ഞിട്ടുള്ള എസി ബ്രാഡ്ലിയുടെ വർക്കിൽ എന്താണ്? ഷേക്സ്പിയറിന്റെ ട്രാജഡീസിലെ ക്യാരക്ടേഴ്സിനെ സെൻറ്റർ ചെയ്തിട്ടുള്ള സ്റ്റഡി നടത്തിയിരുന്ന വർക്കാണ് ഷേക്സ്പീരിയൻ ട്രാജഡി അല്ലേ. നോർത്രോപ്പ് ഫ്രേ ആർഗ്യൂഡ് ദാറ്റ് ഷേക്സ്പിയർ വാസ് എ ബോൺ കോർട്ടിയർ. എന്താണ്? നോർത്രോപ്പ് ഫ്രേ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ് ഷേക്സ്പിയറിനെ പറ്റി? ഹി വാസ് എ ബോൺ കോർട്ടിയർ. ഷേക്സ്പിയർ എന്താണ്? വാസ് എ ബോൺ കോർട്ടിയർ. ജനിച്ച ഒരു രാജസഭാംഗമായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? നോർത്രോപ്പ് ഫ്രേ ഷേക്സ്പിയറിനെ കണക്കാക്കുന്നത് എന്നാണ്. ഹി വാസ് എ ബോൺ കോർട്ടിയർ. ഹി പ്രൊവൈഡഡ് വാരിയഡ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് മാൻ, പോയറ്റ് ആൻഡ് പ്ലേ റൈറ്റ്. എന്താണ്? ഷേക്സ്പിയർ എന്താണ്?
ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? ഹി വാസ് പ്രൊവൈഡഡ് വാരിയഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് മാൻ, പോയറ്റ് ആൻഡ് പ്ലേറ്റ്. മനുഷ്യൻ, അതേപോലെ പോയറ്റ് കവി, പ്ലേ റൈറ്റ് നാടകകൃത്ത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വാരീഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ് ആര്? ഷേക്സ്പിയർ അല്ലേ. ഇത്രയാണ് നമ്മുടെ യൂണിറ്റ് 1 ഷേക്സ്പിയറിൻ്റെ ലൈഫ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് വർക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഷേക്സ്പിയറെ പറ്റി പറയുന്നുണ്ട്, ഷേക്സ്പിയറുടെ ലൈഫ് പറയുന്നുണ്ട്, ബയോഗ്രഫിക്കൽ സ്കെച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ പറ്റി പറയുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, ക്രിട്ടിക്കൽ ആയിട്ടുള്ള അപ്രോച്ചുകൾ, ഇതൊക്കെ നമ്മൾ വിവരിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ് 1 അല്ലേ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ സൊണറ്റുകളാണ്. 3 സൊണറ്റുകളാണ് നെക്സ്റ്റ് യൂണിറ്റിൽ കേട്ടോ. ഈ ഒരു യൂണിറ്റിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് സെക്ഷനിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എല്ലാതും ബോർഡിലുള്ളതൊക്കെ നോട്ട് ചെയ്ത് എഴുതിയെടുത്തോളൂ കേട്ടോ.